PS സ്ട്രൈക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് 2025 പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചർച്ച ചെയ്യാനാണ് എത്തിയിട്ടുള്ളത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. താഴെ തന്നവയിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുന്നു. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ശരിയായത് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ, അതായത് 1987 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് തോമസ് ജോൺസൺ ബാർക്കി വരച്ച ചിത്രമാണ് റിലീഫ് ഓഫ് ലക്നൗ. 1887 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് തോമസ് ജോൺസ് ബാർക്കർ വരച്ച ചിത്രമാണ് റിലീഫ് ഓഫ് ലക്നൗ. ഈ ചിത്രത്തിൽ പരാമർശിക്കുന്ന ലക്നൗ കമ്മീഷണർ ഹെൻറി ലോറൻസ് ആണ് ഈ ചിത്രത്തിൽ പരാമർശിക്കുന്ന ലക്നൗ കമ്മീഷണർ. കോളിൻ ക്യാമ്പൽ എന്ന സേനാ ഉദ്യോഗസ്ഥന്റെ വരവും ഈ ചിത്രം ഉയർത്തിക്കാണിക്കുന്നു. കോളിൻ ക്യാമ്പൽ എന്ന സേനാ ഉദ്യോഗസ്ഥന്റെ വരവും ഈ ചിത്രം ഉയർത്തിക്കാണിക്കുന്നു. ഇപ്പൊ തെറ്റായത് ഇതാണ്, ബി ആണ്. 1859 ഈ ചിത്രം വരച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, രണ്ട് പ്രസ്താവനകൾ അടങ്ങിയിരിക്കുന്ന ഓപ്ഷൻ കണ്ടെത്തുവാൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. എയും ബിയും ആണ് ശരിയായത്. മഹാത്മാഗാന്ധി ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വന്നത് 1915 മഹാത്മാഗാന്ധി ഇന്ത്യയിൽ തിരിച്ചെത്തിയതിനു ശേഷം എടുത്ത ആദ്യത്തെ പ്രധാന പരിപാടിയാണ് ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തും. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത്. നമുക്ക് ആൻസർ ചെയ്യുന്നത് സി ആണ്. തെറ്റായ പ്രസ്താവന. ശരിയായത് നമുക്ക് നോക്കാം. ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ കണ്ണൂർ ജില്ലയിൽ മൊറായ സമരം നടന്നത് 1940 സെപ്റ്റംബർ 15 കണ്ണൂർ ജില്ലയിൽ മൊറായ സമരം നടന്നു. കയ്യൂർ സമരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടത് 1941 മാർച്ച് 28. പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടത് മാർച്ച് 28. ഇനി പുന്നപ്ര വയലാർ സമരം നടന്നത് 1946 പുന്നപ്ര വയലാർ സമരം നടന്നത്. ഇതിൽ സി ആണ് തെറ്റ്. താഴെ തന്നതിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത്. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് തെറ്റ്, ബാക്കിയൊക്കെ ശരിയാണ്. അതായത് എ, ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന്റെ പുതിയ നായകൻ ശുഭ്മാൻ ഗില്ലാണ്. അത് ശരിയാണ്. അതുപോലെ ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന്റെ 37ാമത് ക്യാപ്റ്റനാണ് ശുഭ്മാൻ ഗിൽ. പിന്നെ മലയാളി താരം സഞ്ജു സാംസൺ ടെസ്റ്റ് ടീമിൽ ഇടം നേടിയിട്ടില്ല. അതും ശരിയാണ്. തെറ്റായത് ഓപ്ഷൻ സി ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്ന സവിശേഷതകളുടെ ക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ മേഘങ്ങളെ തിരിച്ചറിയുക. അതായത് ചുവടെ നൽകിയിരിക്കുന്ന സവിശേഷതകളുടെ ക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ മേഘങ്ങളെ തിരിച്ചറിയുക. ഓപ്ഷൻ സി ആണ് ആൻസർ. നിംബസ്, സിറസ്, ക്യുമുലസ്, സ്ട്രാറ്റസ്. അതായത് കറുപ്പ് അഥവാ ഇരുണ്ട നിറത്തിൽ കാണുന്നത് നിംബസ് ആണ്. നേർത്ത തൂവൽ രൂപം സിറസിനാണ്. പഞ്ഞിക്കെട്ട് പോലെ കാണുന്നവ ക്യുമുലസ് ആണ്. ആകാശത്തിന്റെ സിംഹഭാഗവും ഉൾക്കൊള്ളുന്ന പുതുക്കുകളായി കാണുന്നവയാണ് സ്ട്രാറ്റസ്. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ, താഴെ നൽകിയതിൽ ഉപദ്വീപീയ പീഠഭൂമിയുമായി ബന്ധപ്പെട്ട് ശരിയായ വിവരണം ഏതെല്ലാമാണെന്ന് ചോദിച്ചു. ആൻസർ വരുന്നത് എ ആണ്. 1, 2, 4. ശരിയായത് ഉപദ്വീപീയ പീഠഭൂമി ക്രമരഹിതമായ ത്രികോണാകൃതിയിലുള്ള ഭൂപ്രദേശമാണ്. പ്രദേശമാണ്. പ്രധാനമായും ലാവ തണുത്തുറങ്ങയിലൂടെ രൂപപ്പെടുന്നതാണ് ഉപദ്വീപീയ പീഠഭൂമി. ശരാശരി ഉയരം 600 to 900 മീറ്റർ. ശരാശരി ഉയരം 600 to 900. തെറ്റായത് മൂന്നാമത്തെ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന അന്തരീക്ഷവാടികളെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിനനുസരിച്ച് ക്രമത്തിൽ വിന്യസിക്കുക. താഴെ തന്നിരിക്കുന്ന അന്തരീക്ഷവാടികളെ സമുദ്രനിരപ്പിൽ നിന്നുള്ള
ഉയരത്തിനനുസരിച്ച് ക്രമത്തിൽ വിന്യസിക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അതായത് ട്രോപ്പോസ്ഫിയർ താഴ്ന്ന് മേലോട്ട് പോകുമ്പോൾ ട്രോപ്പോസ്ഫിയർ ഫസ്റ്റ്, പിന്നെ വരുന്നത് സ്ട്രാറ്റോസ്ഫിയർ, പിന്നെ മീസോസ്ഫിയർ, പിന്നെ തെർമോസ്ഫിയർ. 9ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ കൽക്കരി നിക്ഷേപങ്ങളുടെ 80% ഡാഷ് ഇനത്തിൽപ്പെട്ടതാണ്. ഇന്ത്യയിലെ കൽക്കരി നിക്ഷേപങ്ങളുടെ 80% ഡാഷ് ഇനത്തിൽപ്പെട്ടതാണ്. ആൻസർ വരുന്നത് ബിറ്റുമിനസ് ആണ്. ബിറ്റുമിനസ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ബിറ്റുമിനസ്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ, കേരള തീരത്ത് സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖവുമായി കാണപ്പെടുന്നത് സ്വാഭാവിക ആഴക്കടൽ പ്രവാഹത്തിനും അൾട്രാ ലാർജ് കണ്ടെയ്നർ കപ്പലുകൾ കൈകാര്യം ചെയ്യാനുള്ള ശേഷിക്കും പേരുകേട്ട തുറമുഖം ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, വിഴിഞ്ഞം തുറമുഖം. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഹരിത വിപ്ലവത്തിന്റെ 1ാം ഘട്ടത്തിൽ, അതായത് 1960ന്റെ പകുതി മുതൽ 70ന്റെ പകുതി വരെ ഉൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗം സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന മഹാരാഷ്ട്ര, ഹരിയാന, പശ്ചിമ ബംഗാൾ എന്നിവയുടെ പരിഗണനയിലെത്തും. പിന്നെ 2 ഓപ്ഷൻ 2, ഹരിത വിപ്ലവത്തിന് പരിഗണനമായി ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം കുറഞ്ഞു കൂടുകയാണ് ചെയ്തത്. 3ാമത്തെ, ഹരിത വിപ്ലവത്തിന്റെ കോളനി ഭരണത്തിന് കീഴിൽ മേഖലയിൽ നിലനിന്ന സ്തംഭനാവസ്ഥ കുറെ കാര്യത്തിൽ. ആൻസർ വരുന്നത് 11. ആൻസർ വരുന്നത് സി ആണ്. പ്രസ്ഥാനം 3 മാത്രമാണ് ശരി, മറ്റ് 2 തെറ്റാണ്. 3ാമത്തെ, ഹരിത വിപ്ലവത്തിന്റെ കോളനി ഭരണത്തിന് കീഴിൽ കാർഷിക മേഖലയിൽ നിലനിന്നിരുന്ന സ്തംഭനാവസ്ഥ കുറെയൊക്കെ പരിഹരിക്കാനായി. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ, ഉദാരവൽക്കരണവുമായി ബന്ധപ്പെട്ട് ചേരുംപടി ചേർക്കുക. പിന്നെ ഓപ്ഷൻ ബി ആണ്. ആൻസർ വരുന്നത് ബി ആണ്. അതായത് ഇത് ശരിയായ വ്യവസ്ഥയിലാണ് കൊടുത്തത്. അതായത് വ്യവസായ മേഖല പരിഷ്കാരം ഒട്ടേറെ വ്യവസായങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ വില നിർണ്ണയിക്കാൻ വിപണി കൂടി അനുവദിച്ചു. ധനകാര്യ പരിഷ്കാരം എന്ന് പറയുന്നത് നിരവധി സ്വകാര്യ ബാങ്കുകൾ നിലവിൽ വന്നു. ഇന്ത്യ ബാങ്കുകൾ, വിദേശ ബാങ്കുകളൊക്കെ. വിദേശ വിനിമയ പരിഷ്കാരം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ രൂപയുടെ വിനിമയ നിരക്ക് വിദേശ നാണയത്തിന്റെ ഛേദനത്തെയും പ്രധാനത്തെയും ആശ്രയിച്ച് തീരുമാനിക്കുന്നത്. വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരം ഇന്ത്യയിലെ വ്യവസായിക ഉൽപാദനത്തിൽ അന്താരാഷ്ട്ര മത്സരക്ഷമത വർദ്ധിക്കും. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ, പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത്. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് അനാരോഗ്യം. ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നത് വളർച്ച, ഉൾപ്പെടാത്തതാണ് നമ്മളോട് ചോദിച്ചത്. ഉൾപ്പെടുന്നത് വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ, നീതി ആയോഗിനെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്നതിൽ തെറ്റല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചത്. അപ്പൊ ശരിയായതാണ് ചോദിച്ചത്. ആസൂത്രണ കമ്മീഷന് പകരം 2005 നീതി ആയോഗ് നിലവിലുണ്ട്. അത് തെറ്റാണ്. കേന്ദ്ര ഭരണ പ്രദേശം ലഫ്റ്റനന്റ് ഗവർണർ നീതി ആയോഗിന്റെ അംഗങ്ങളായിരിക്കും. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ചുരുക്കിയിട്ടാണ് നീതി ആയോഗ്. ആദ്യ യോഗം നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലാണ്. അത് ശരിയാണ്. സി ആണ് ആൻസർ. 2ഉം 4ഉം ശരി, 1ഉം 3ഉം തെറ്റ്. ഇനി 2024 15ാമത്തെ ക്വസ്റ്റ്യൻ, 2024 സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനം നേടിയവരിൽ ഉൾപ്പെടാത്തതാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ, ഉൾപ്പെടാത്തത്. 16ാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ വർഷം. ഓപ്ഷൻ സി ആണ് ആൻസർ, 1949 നവംബർ 26. നിലവിൽ വന്നു ചോദിച്ചാൽ ഓപ്ഷൻ എ ആയിരുന്നു, 1950 ജനുവരി 26. പക്ഷെ അംഗീകാരം നൽകിയ വർഷമാണ് ചോദിച്ചത്. അപ്പോൾ 1949 നവംബർ 26. 17ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് ഇന്ത്യ കടകൊണ്ട വ്യവസ്ഥയിൽ പെടാത്തത് കണ്ടെത്തുക. അതായത് താഴെ കൊടുത്തിരിക്കുന്നത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് ഇന്ത്യ കടമെടുത്ത ആണ് ചോദിച്ചത്. അതിൽ പെടാത്തതാണ് ചോദിച്ചത്. ഓപ്ഷൻ ബി ആണ് ആൻസറിന് 2ഉം 4ഉം. അതായത് നിയമനിർമ്മാണ നടപടിക്രമങ്ങൾ ബ്രിട്ടീഷ് ഭരണഘടനയിൽ കടമെടുത്തതാണ്. അതുപോലെ നിയമവാഴ്ചയും കടമെടുത്താണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ, അയിത്ത വിരുദ്ധ നിയമം ഇന്ത്യയിൽ നിലവിൽ വർഷം. അയിത്ത വിരുദ്ധ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം. ഓപ്ഷൻ എ ആണ് ആൻസർ, 1955.
19ാമത്തെ വർഷം ഇന്ത്യൻ പാർലമെന്റിന്റെയും സംസ്ഥാന നിയമസഭകളുടെയും അംഗങ്ങളെ കൂറുമാറ്റത്തിന്റെ പേരിൽ അയോഗ്യരാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടുത്തിയ ഭരണഘടനാവത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 1985 52ാം ഭരണഘടനാ ഭേദഗതി. കൂറുമാറ്റത്തിൽ വരുന്ന 52ാം. 20ാമത്തെ വർഷം കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി ആരംഭിച്ച ഏത് ജില്ലയിലാണ്? കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി ആരംഭിച്ചത് ഏത് ജില്ലയിലാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, വയനാട് ജില്ലയിലാണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടന ആമുഖത്തെ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചു. ഓപ്ഷൻ ബി ആണ് ആൻസർ. കീവാർഡ്. 22ാമത്തെ ക്വസ്റ്റ്യൻ നഗരങ്ങളിലെ ചേരികളിലെ സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിന് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി. നഗരങ്ങളിലെ ചേരികളിലെ സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിന് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി. ഓപ്ഷൻ എ ആൻസർ വരുന്നത് ഉഷസ്. ഇനി 23ാമത്തെ ക്വസ്റ്റ്യൻ മിച്ചഭൂമി തിരിച്ചറിയൽ, ഏറ്റെടുക്കൽ, വിതരണം എന്നിവ കാര്യക്ഷമമാക്കുന്നതിനുള്ള നടപടികൾ ശുപാർശ ചെയ്ത കമ്മിറ്റിയുടെ പേര്. മിച്ചഭൂമി തിരിച്ചറിയൽ, ഏറ്റെടുക്കൽ, വിതരണം എന്നിവ കാര്യക്ഷമമാക്കാനുള്ള നടപടികൾ ശുപാർശ ചെയ്ത കമ്മിറ്റിയുടെ പേര്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്, കുമരപ്പ കമ്മിറ്റി. ഇനി 24ാമത്തെ ക്വസ്റ്റ്യൻ 24ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മുനിസിപ്പൽ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്ത ഭാഗം. 24ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മുനിസിപ്പൽ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്ത ഭാഗം. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്, ഭാഗം 9A. ഇനി 25ാമത്തെ ക്വസ്റ്റ്യൻ 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? അതായത് 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്ന് വെച്ചു. ഓപ്ഷൻ എ ആണ് ശരി. 1, 2, 4. 16ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. 16ാം ഉച്ചകോടി കസാനിലാണ് നടന്നത്. പിന്നെ 2006 സംഘടന രൂപീകരിച്ചത്. 2006 സംഘടന രൂപീകരിച്ചു. ആസ്ഥാനം ചൈനയിലെ ഷാങ്ഹായിലാണ്. ബ്രിക്സ് ഉച്ചകോടിയുടെ ആസ്ഥാനം. 26ാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കയിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ജൈവവൈവിധ്യം കൂടുതലായി കാണപ്പെടാനുള്ള കാരണങ്ങൾ ഏതെല്ലാം? ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ജൈവവൈവിധ്യം കൂടുതലായി കാണപ്പെടാനുള്ള കാരണങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ എ ആണ് ആൻസർ. 1, 3 ശരി. അത് ഒന്നും അതായത് 1 പറഞ്ഞാൽ കൂടുതൽ സൂര്യപ്രകാശത്തിന്റെ ലഭ്യത, പിന്നെ 3 സ്ഥിരമായ കാലാവസ്ഥ. ഇത് രണ്ടും ഉഷ്ണമേഖലാ പ്രദേശം ജൈവവൈവിധ്യം കൂടുതലായി കാണപ്പെടാനുള്ള കാരണം. 27ാമത്തെ ദിവസം മലേറിയ രോഗത്തിന് കാരണമായ രോഗകാരിയുടെ പേര്. 27ാമത്തെ ദിവസം മലേറിയ രോഗത്തിന് കാരണമായ രോഗകാരിയുടെ പേര്. ഓപ്ഷൻ സി ആണ് ആൻസർ. പ്ലാസ്മോഡിയം വൈവാക്സ്. മലേറിയ കാരണമായ രോഗകാരിയുടെ പേരാണ് പ്ലാസ്മോഡിയം വൈവാക്സ്. 28ാമത്തെ ക്വസ്റ്റ്യൻ പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ. പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ. ഓപ്ഷൻ സി ആണ് ആൻസർ. ഇൻസുലിൻ. ആൽഫ ആണ് ഗ്ലൂക്കോൺ, ബീറ്റാ കോശങ്ങൾ ഇൻസുലിൻ ആണ്. 29ാമത്തെ ക്വസ്റ്റ്യൻ 2024 ഫെബ്രുവരിയിൽ ഏത് രാജ്യത്താണ് ബ്യൂബോണിക് പ്ലേഗ് സ്ഥിരീകരിച്ചത്? 2024 ഫെബ്രുവരിയിൽ ഏത് രാജ്യത്താണ് ബ്യൂബോണിക് പ്ലേഗ് സ്ഥിരീകരിച്ചത്? ആൻസർ സി ആണ്, അമേരിക്ക. 30ാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്ന ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് പൂർണ്ണാന്തര പ്രതിപാദനവുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളത്? താഴെ പറയുന്ന ഈ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനയാണ് പൂർണ്ണാന്തര പ്രതിപാദനവുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളത്. ആൻസർ വരുന്നത് ബി ആണ്, 2, 3. പതന കോൺ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതലായിരിക്കണം.
തരംഗാന്തര പ്രതിഫലനവുമായി ബന്ധപ്പെട്ടതാണ്. പതനവും ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതലായിരിക്കും. അതുപോലെ പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം പതിക്കണം. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം പതിക്കണം. അപ്പോൾ നമ്മുടെ സിസ്റ്റങ്ങളുടെ ഫസ്റ്റ് ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം ഇതിൻ്റെ ബാക്കി അടുത്ത ക്ലാസ്സിലൂടെ വരുന്നതായിരിക്കും. ബൈ.